ഹലോ മച്ചന്മാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് വേണ്ടി ഒരു 2 വീൽ ഡ്രൈവ് MDI ജീപ്പ് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പാറത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ജീപ്പ് നോക്കാനായിട്ട് പോയത്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആ ഒരു ജീപ്പ്. വണ്ടി കണ്ടപ്പോൾ വലിയ തിരക്കേടില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കാൻ തീരുമാനിച്ചു. നല്ല കയറ്റമുള്ള റൂട്ടിൽ കൂടെയാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി എടുത്തത്. നല്ല കയറ്റമുള്ള വഴിയായതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ സ്ലിപ്പും അതുപോലെ എൻജിനിന് ടെമ്പറേച്ചർ കയറുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വണ്ടി നല്ല മെക്കാനിക്കൽ കണ്ടീഷനൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഈ കയറ്റം കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ബോഡി ആണെങ്കിലും നല്ല കണ്ടീഷൻ തന്നെയുണ്ട്. തകിടെല്ലാം നല്ലത് തന്നെയാണ്. ചെറിയ കുഴിത്തരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചെറിയ പാച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാക്കി എടുക്കാം എന്ന് മച്ചന്മാരെ. അപ്പോൾ ഈ ഒരു ജീപ്പിന് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല മെക്കാനിക്കൽ കണ്ടീഷനും ഉണ്ട്. ടയറുകളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ജീപ്പിന് ഇനി ചെറിയ പാച്ച് വർക്കും അതുപോലെ ഫുൾ പെയിൻറ്റിങ്ങും അപ്പോൾസറി വർക്കും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഫുൾ കണ്ടീഷനായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇദ്ദേഹമാണ് ഈ ഒരു ജീപ്പിൻ്റെ ഓണർ. അപ്പോൾ ആളുമായിട്ട് ഞാൻ കുറച്ച് ഡിസ്കസ് ചെയ്തു. ജീപ്പിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ എങ്ങനെ പരിഹരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം. മാത്രം ഇന്നർ ഇല്ലാതായിരിക്കും അല്ലേ? അതോ അപ്പോൾ കാര്യങ്ങളെല്ലാം അപ്പോൾ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബറുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഏകദേശം വിലയുടെ ധാരണയിലൊക്കെ എത്തി. വണ്ടി എടുക്കാമെന്നുള്ള കണ്ടീഷനിലായി. പിറ്റേ ദിവസം ഞാൻ വീണ്ടും ബസ്സിന് കയറി വന്നു. അപ്പോൾ അതിന് ശേഷം വണ്ടിയെടുത്ത് നമ്മളിവിടെ ഒരു ഓട്ടോ കൺസൾട്ടൻ്റ് അടുത്ത് പേപ്പർ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു. അപ്പോൾ ഈ വണ്ടി വർക്ക് ചെയ്യുന്നതിൽ നമ്മുടെ സബ്സ്ക്രൈബർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പെയിൻറ്റ് വേറെ കളർ അടിക്കണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളെന്താണെങ്കിലും ചെറിയ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ ചെയ്തു. അതിനുശേഷം പെയിൻറ്റിങ്ങിന് നമ്മൾ കയറ്റി. അപ്പോൾ ഇതൊരു കൊട്ടാരക്കരയുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഈ ഒരു ജീപ്പ് വാങ്ങിയിരിക്കുന്നത്. ലാസ്റ്റ് പുള്ളി ഫൈനൽ ഡിസിഷനിലേക്ക് എത്തി. വണ്ടി ആ സെയിം കമ്പനി കളർ പെയിൻറ്റ് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ബക്കറ്റ് സീറ്റ് പിന്നെ അതുപോലെ തന്നെ അപ്പോൾസറി വർക്ക് ചെയ്യണം എന്നാണ് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മച്ചന്മാരെ, അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടി മധുച്ചേട്ടൻ്റെ അടുത്തേക്ക് വന്നേക്കുവാണ്. ഇനി നമുക്ക് ബീഡിങ്ങുകൾ വയ്ക്കാനും അതുപോലെ തന്നെ നെറ്റ് ബോൾട്ടുകളെല്ലാം ടൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. കൂടാതെ ബക്കറ്റ് സീറ്റ് ഈ ഒരു വാഹനത്തിലേക്ക് ഫിക്സ് ചെയ്യാനുണ്ട്. അതിനുശേഷം നോർമലി ചെയ്യാറുള്ള സർവീസുകൾ അതുപോലെ തന്നെ വീലഴിക്കലെല്ലാം നമ്മൾ ചെയ്തു. ഇനി നമ്മൾ പടുത ഫിക്സ് ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണ്. മച്ചാമര, അപ്പോൾ ഈ ഒരു 99 മോഡൽ വണ്ടിയുടെ വർക്കുകളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ ഒരു ജീപ്പ് നമ്മുടെ സബ്സ്ക്രൈബർക്ക് കൊട്ടാരക്കര കൊണ്ടുപോയി നമുക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഫൈനലായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു ടൈറോയിഡ് എൻഡ് മോശമാണെന്ന് നമ്മുടെ സൽച്ചേട്ടൻ പറഞ്ഞു. അപ്പോൾ എന്നാലും അതും കൂടെ മാറിയേക്കാമെന്ന് പറഞ്ഞ് അതും നമ്മൾ മാറ്റി കേട്ടോ. അപ്പോൾ അങ്ങനെ വർക്കുകളെല്ലാം കഴിഞ്ഞ് വണ്ടി വാഷ് ചെയ്ത് ഗ്രീസൊക്കെ അടിച്ച് വന്നപ്പോഴത്തേക്കും സമയം രാത്രിയായി. അപ്പോൾ നമ്മൾ 2 വണ്ടിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി കൊട്ടാരക്കരയ്ക്കാണ് ഡെലിവറി ചെയ്യാനായിട്ട് പോകുന്നത്. രാത്രിയാണ് നമ്മൾ പോകുന്നത്. രാത്രിയാകുമ്പോൾ പിന്നെ വലിയ ട്രാഫിക്കും അതുപോലെ ചൂട് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പിറ്റേ ദിവസം രാവിലെ കൊട്ടാരക്കര എത്തി. നമ്മുടെ സബ്സ്ക്രൈബറെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനം നമ്മുടെ കിട്ടുമ്പോൾ ഈ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം നമ്മളങ്ങനെ കൊട്ടാരക്കര അടുത്താണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്തി. അപ്പോൾ ഇതിന് മുന്നേ ജീപ്പ് ഓടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളും കൂടെ കയറി ജീപ്പ് ഓടിക്കാനായിട്ട് പോവുകയാണ്.
വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ജീപ്പ് ഓടിക്കാൻ വളരെ സ്മൂത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അവർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അച്ഛന്മാർ അപ്പോൾ വണ്ടിയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മളും തിരിച്ച് മൂന്നാറിന് പോരുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിലേക്കും ബൈ ബൈ.